ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ RJ Diaries. ഇന്നൊരു കിഡ്സ് സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിള്ളേർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കിംഗ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദി വീഡിയോ. ഓക്കെ, ഹലോ എവരിബഡി. ഹലോ. നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ഇന്ന് കുക്കീസ് ഉണ്ടാക്കാൻ പോവാ. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിക്കണം? ഇന്ന് നമുക്ക് മുട്ട വേണം, ബേക്കറി പൗഡർ വേണം, ജാം വേണം, ബട്ടർ വേണം, ഷുഗറും വേണം, പിന്നെ മൈദാപ്പൊടിയും വാനില എസൻസും വേണം. അപ്പൊ നമുക്ക് സ്റ്റെപ്സ് ആയിട്ട് ചെയ്യാം അല്ലേ? ആദ്യം നമുക്കൊരു ബൗളില് ഷുഗറും ബട്ടറും അത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു ക്രീമി ടെക്സ്ചർ ആക്കാം. ഇത് 200 ഗ്രാം ബട്ടറാണ്. 200 ഗ്രാം ബട്ടർ. ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നേരം പുറത്ത് വെക്കണം. പുറത്ത് വെച്ചാലേ അത് സോഫ്റ്റ് ആവുള്ളൂ. അപ്പൊ മിക്സ് ചെയ്യാൻ എളുപ്പമാവും. ഇനി നമുക്ക് ഷുഗർ നമുക്ക് എന്തോരം വേണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു 3/4 കപ്പ്. ഇതാണ് നമ്മുടെ കപ്പിന്റെ മെഷർമെന്റ്. 3/4 ഇത്രയും പോലെ റൈച്ചിലും കൂടി ഇട്ടു. ഇനി നമുക്ക് ഈ സ്പൂണല്ല, ഇത് ഈ ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഇളക്കി വെക്കാം. ആദ്യത്തെ ഞാൻ കുറച്ച് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം. ഓരോരുത്തർ ചെയ്തോ. നല്ല ക്രീം പോലെ ആക്കണേ. കാണിച്ചേ, സ്പൂൺ കാണിച്ചേ. ഒരു മുട്ട നമ്മള് പൊട്ടിച്ചിടാൻ പോകും. ഓക്കെ, നല്ല മുട്ട. ഇനി നമ്മള് ഇളക്കണ്ട, വെയിറ്റ് ചെയ്യും. ഈ കപ്പില് 2.5 കപ്പ് മൈദപ്പൊടി എടുക്കുവാണേ. 2.5 കപ്പ്. ഒരു കപ്പ് ഇട്ടു കേട്ടോ. ഇനി ഒരു 1/2 കപ്പും കൂടിയേ. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നമ്മൾ എന്തിനാ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഈ കുക്കീസ് ചപ്പാത്തി പോലെ ഇങ്ങനെ ഹാർഡ് ആവാണ്ടിരിക്കാൻ, നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഒരു ടീസ്പൂൺ, ഒരു കുഞ്ഞു സ്പൂൺ, അതാണ് ടീസ്പൂൺ എന്ന് പറയുന്നത്. ചെറിയൊരു സ്പൂൺ മതി. പിന്നെ ഇല്ല, ഇളക്കണ്ട. ഇനി നമുക്കത് വാനില എസൻസ് ഒഴിക്കാൻ പോകാം. വാനില എസൻസ് എന്തിനാ ഒഴിക്കാന്ന് വെച്ചാൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോ മുട്ടയൊക്കെ ചേർത്തില്ലേ, അപ്പോൾ അതല്ലാതെ ഈ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ്. ഇത് വാനില കുക്കീസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് വാനില എസൻസ് ഇടുന്നത്. അല്ലാതെ ചോക്ലേറ്റിന് ചോക്ലേറ്റ് പൗഡർ ഇടാം, സ്ട്രോബെറി പൗഡർ ഇടാം, ഇഷ്ടമുള്ള ഫ്ലേവർ ആക്കാം. പക്ഷെ വാനില എസൻസ് ഒഴിക്കുമ്പോൾ ഒരു ഫ്ലേവറും പിന്നെ ആ മുട്ടയുടെ മണം എല്ലാം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഇപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ജസ്റ്റ് ഇതിനെല്ലാത്തിനെയും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പോവാം. മിക്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലതൊരു സ്പാച്ചുല എന്ന് വെച്ചാൽ പരന്ന ഒരു സ്പൂൺ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതുപോലത്തെ സ്പൂൺ ഉപയോഗിച്ചാണല്ലോ ഇതിന്റെ അകത്ത് ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. അപ്പൊ അത് ഇളക്കാനും ഭയങ്കര പാടാം. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഇളക്കി കഴിയുമ്പോൾ എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ ഒരു ചപ്പാത്തിയുടെ മാവ് പോലെ കിട്ടും. ഓക്കെ, നമ്മൾ ഉരുട്ടാൻ പോവാം. ഉരുട്ടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള കുക്കീസ് ആക്കാൻ പോവാം. ഓക്കെ, തെറിച്ച്. ഓക്കെ, അപ്പൊ അതെ ഇങ്ങനെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് അകത്തോട്ട് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് തെറിപ്പിക്കുമ്പോ പുറത്തോട്ടൊക്കെ ചാടി നമ്മുടെ തലമെല്ലാം ഉള്ള അലങ്കോലം ചീത്തയാവും. നമ്മൾ കണ്ടോ, ഒരു ചപ്പാത്തിയുടെ മാവ് പോലെ റെഡി ആവുന്നുണ്ടോ? കണ്ടോ, ഹാർഡ് ആവുന്നുണ്ടോ? പിന്നെ ഒരു ഞുള്ള് ഉപ്പും കൂടി, ഒരു ഞുള്ളെന്ന് വെച്ചാൽ ഇത്ര മതി, ഇത്ര ഉപ്പ് മതിയേ.
ഇങ്ങോട്ടൊരു ഞുള്ളുപ്പ്, ഒരു ബാലൻസിങ് എന്ന് പറയും. എല്ലാ ടേസ്റ്റും കൂടി ബാലൻസായി ഈ അവൻ നമ്മൾ മറ്റേ ബട്ടറും പഞ്ചസാരയും എല്ലാം ഇട്ടില്ലേ, അപ്പോൾ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവാൻ ഒരു ഇച്ചിരി പൊടിക്ക് ഉപ്പ് ഇട്ടാൽ മതി. ഞാൻ ഓർഡർ അനുസരിച്ച് റയാൻ ആദ്യം ഒന്ന് ഇളക്കിക്കേ. ആദ്യം അടുത്തത് ചെയ്തേ. എങ്ങനെ കിടക്കണേന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ആദ്യം പാത്രത്തിന്റെ കത്തി ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ഇങ്ങനെ, പാത്രത്തിൽ ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ഇങ്ങനെ, അങ്ങനെ മൊത്തം ചുറ്റിച്ചോ. ഇനി റേച്ചൽ, നമ്മളിപ്പോൾ ചേർത്ത സാധനങ്ങളെല്ലാം കൂടി ഒരേപോലെ ആവണം, മിക്സ് ചെയ്തെടുക്കുക, ഒരേപോലെ ആവണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ചപ്പാത്തിയുടെ മാവ് പോലെ ആയോ? എങ്ങനെയാണ് ചപ്പാത്തിയുടെ മാവ് ഇരിക്കണേ? അല്ലല്ലോ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ഇളക്കി ഇളക്കി ഇളക്കി. പിന്നെ നമ്മൾ സപ്പോസ് ചപ്പാത്തിയുടെ മാവ് പോലെ അത്ര ആയിട്ടില്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ചെയ്യാം. കുറച്ചുകൂടെ മൈദപ്പൊടി ഒരു കുറച്ചുകൂടി ടീസ്പൂൺ അല്ല, ഒരു ശരി പൊടിക്ക്. കാരണം നല്ലപോലെ ആക്കണ്ടേ, ചപ്പാത്തിയുടെ മാവ് പോലെ നന്നായിട്ട് ആക്കണ്ടേ. ചെറുതായിട്ടൊന്ന് ഹാർഡ് ആവുന്നുണ്ടേ. ചീസ് ഉണ്ടാക്കാനുള്ളത് ഇതുപോലെ ചപ്പാത്തി മാവ് പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ ഇച്ചിരി എടുക്കുക കയ്യില്. ഓക്കെ, ഇച്ചിരി എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ കൈ കൊണ്ട് ഉരുട്ടുക. കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി 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 വെക്കുക, ബോൾ പോലെ ആക്കുക. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇച്ചിരി ഇങ്ങനെ പറ്റി വെക്കാം. എന്നിട്ട് വേണമെങ്കിൽ എന്തോരം ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കുഞ്ഞു വിരൽ വെച്ച് ഫ്ലവർ ഇങ്ങനെ ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ഒരു 5 വെറ്റിന് മതി. ആ സ്മൈലി ഫേസ് ഉണ്ട്, സ്മൈലി ഫേസ്. പിന്നെ ഫ്ലവർ ഉണ്ട്, ഇഷ്ടമുള്ള ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഇപ്പൊ റെഡിയാക്കി വെക്കാം. അപ്പൊ സീതെ നമ്മള് ഒരു ബേക്കിംഗ് പാൻ റെഡിയാക്കിയിട്ടുണ്ട്, ബട്ടർ പേപ്പർ ഒക്കെ തേച്ച്. പ്ലസ് ഇതിന്റെ കൂടെ നമ്മള് ഒരു മറ്റേ നമ്മുടെ ഓവനിൽ പ്രീ ഹീറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഷേപ്സ് ആദ്യം നമ്മളിത് കണ്ണും മൂക്കില്ല, കണ്ണും വായും ഒക്കെ ഉള്ള ഷേപ്പ് വെച്ചിട്ടുണ്ട്. ആദ്യം വെച്ചോ, അത് അകത്തോട്ട് വെച്ചോ. കുറച്ച് തിക്നെസ് വേണേ. ചെറുതായിട്ട് വെച്ചാൽ മതി, ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി. ശരി മതിയോ? ശരി മതി. സ്മോൾ കുക്കീസ് മതി. ഒത്തിരി അടുപ്പിച്ച് വെക്കണ്ട കേട്ടോ. ഏലിയന്റെ മുഖമൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. എനിക്ക് എന്റെ കൈ ഒന്ന് ഇച്ചിരി നമ്മള് വെള്ളമൊക്കെ വെച്ചേക്കുന്നത് ഷേപ്സ് ഒക്കെയാണ്, ഇഷ്ടമുള്ള ഷേപ്സ്. ഇതെല്ലാമാണ് അവരുടെ ഷേപ്സ്. കുക്കിംഗ് ഡോ ഇവിടെ ഉണ്ട്. അങ്ങനെ വെച്ചാലേ ഷേപ്പ് വരും. കണ്ടോ, എനിക്ക് വെക്കാൻ സ്ഥലമില്ലല്ലോ. പോരെ, ആദ്യത്തെ സെറ്റ് ആയില്ലേ? ഇനി കേറില്ല, സ്ഥലമില്ല. അടുത്ത സെറ്റിൽ വെക്കാം. സോ ഫസ്റ്റ് സെറ്റ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്.
ഇനി നമുക്ക് ഇതിലേക്ക് ജാം ഒക്കെ ഒഴിക്കണ്ടേ? നമ്മൾ എന്തിനാ ജാം എടുത്തേ? കളറാക്കാനല്ലേ? നമ്മളൊരു ജാം വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാ ഇതിന്റെ സ്പേസിലെല്ലാം ജാം ഇടാൻ പോവാണേ. ഞാൻ 2 എണ്ണം ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്തു. ഇച്ചിരി എടുത്താൽ മതി. ആദ്യം ഞാൻ ചെയ്തു. അടുത്ത ഞാനാ. ഇച്ചിരി എടുത്താൽ മതിയേ. പതുക്കെ ഇച്ചിരി മതി. പോരേടാ. ഓക്കെ, 10 minutes. ഇതാണ് ഫൈനൽ. ഓക്കെ, ഇത് തുറന്നേടാ. ഓക്കെ, നിങ്ങളുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കുക്കിംഗ് എക്സ്പീരിയൻസ്? ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഇഷ്ടമുള്ള എടുത്തോ. നല്ലതാണോ? സെക്കൻഡ് സെറ്റ് ബേക്ക് ചെയ്തത് റൗണ്ട് കുക്കീസ് ആയിരുന്നു. ജാം ആയിരുന്നു സെൻറ്റർ ഫില്ലിംഗ്. കുക്കീസ് വളരെ ടേസ്റ്റി ആയിരുന്നു, ക്രിസ്പി ആയിരുന്നു. പിള്ളേർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കിംഗ് റെസിപ്പിയാണ്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. I hope you like this video. Thank you so much for watching. Bye.